ടെസ്റ്റിംഗ്, സെലീനിയം ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് യൂസിങ് ജാവ. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ ഞാൻ ചെറിയൊരു സെഷൻ നമ്മൾ എന്തുകൊണ്ടാണ് ജാവ സെലക്ട് ചെയ്തത്. നമുക്ക് സെലീനിയം ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ പല കോഡിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യാം. പൈത്തൺ, C++, ജാവ സ്ക്രിപ്റ്റ്, റൂബി, അങ്ങനെ ഏത് കോഡിംഗ് ലാംഗ്വേജും യൂസ് ചെയ്യാം. ബട്ട് സ്റ്റിൽ മോസ്റ്റ് കമ്പനീസും ഇപ്പോൾ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ജാവ തന്നെയാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ള കുറച്ചൊരു ഫീച്ചേഴ്സ് ജസ്റ്റ് ഞാനൊന്ന് ലിസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് നമ്മൾ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യാം. നമ്മുടെ വീഡിയോസ് ഒക്കെ ചെറിയ വീഡിയോസ് ആയിരിക്കും. ഓട്ടോമേഷൻ, സെലീനിയം ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള മെയിൻ കോൺസെപ്റ്റ്സ് ഓഫ് കോഡിംഗ് ആയിരിക്കും ആദ്യം നമ്മൾ കവർ ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും നമ്മൾ സെലീനിയം വെബ് ഡ്രൈവറുടെ ട്യൂട്ടോറിയൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാ ഇപ്പോഴും ജാവയാണ് സെലീനിയം ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിന് ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ചോയ്സ് എന്നുള്ളതിന്റെ റീസൺസ് നോക്കാം. അതിൽ ഫസ്റ്റ് റീസൺ തന്നെ ജാവ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് എന്നാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ ജാവയുടെ ഒരു മെയിൻ സ്ലോഗനാണ് റൈറ്റ് വൺസ് റൺ എനിവെയർ. അതായത് ഞാൻ ഇപ്പോൾ എൻ്റെ സിസ്റ്റം ഒരു വിൻഡോസ് സിസ്റ്റം ആണെങ്കിൽ ഞാൻ ഈ വിൻഡോസ് സിസ്റ്റത്തിൽ എഴുതിയ കോഡ് അതെനിക്ക് വേറെ ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലൈക്ക് ലിനക്സ് ആകാം, മാക് ആകാം, ആൻഡ്രോയിഡ് മൊബൈൽ എവിടെയാണെങ്കിലും എനിക്ക് ജാവ വിർച്വൽ മെഷീന്റെ സഹായത്തോടു കൂടി എനിക്കത് എവിടെ വേണമെങ്കിലും റൺ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഈ ഒരു റീസൺ കാരണം ആരെഴുതിയ സെലീനിയം സ്ക്രിപ്റ്റ് ആണെങ്കിലും അത് ഏതൊരു എൻവയോൺമെന്റിലും സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ജാവയുടെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് ജാവ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റ്സ് ഇനിയുള്ള സെഷൻസിൽ നമ്മൾ കവർ ചെയ്യും. ബട്ട് എങ്കിലും ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്ലാസ്സസ് ബേസ് ചെയ്ത് ഇപ്പം ഞാനൊരു ഷോപ്പിംഗ് വെബ്സൈറ്റിന്റെ ഒരു പ്രോഗ്രാമാണ് ഞാൻ എഴുതുന്നത്, അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഞാൻ എഴുതുന്നതെങ്കിൽ എനിക്ക് ഡിഫറെൻറ്റ് ക്ലാസ്സസിൽ ലോഗിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ്, സെർച്ച് ഫീച്ചർ എനേബിൾ ചെയ്യാൻ ഒരു ക്ലാസ്, പ്രോഡക്ട്സ് കാർട്ടിലേക്ക് ആഡ് ചെയ്യാനായിട്ട് കാർട്ട് എന്ന് പറഞ്ഞൊരു ക്ലാസ്, അങ്ങനെ ക്ലാസ്സസ് ആയിട്ട് എഴുതിയിട്ട് ആ സെയിം ക്ലാസ്സസ് തന്നെ എനിക്ക് റീയൂസ് ചെയ്യാം. എനിക്ക് ഡിഫറെൻറ്റ് ടെസ്റ്റ് കേസസിൽ ഈ ഈ നമ്മൾ ഫസ്റ്റ് ഡിക്ലെയർ ചെയ്ത ക്ലാസ്സസ് തന്നെ യൂസ് ചെയ്ത് നമുക്കത് റീയൂസ് ചെയ്യാനും നമ്മുടെ കോഡ് കുറച്ചുകൂടി ക്ലീൻ ആയിരിക്കും ആൻഡ് നമ്മുടെ കോഡ് കുറച്ചുകൂടി ഈസി ആയിരിക്കും, റീഡബിൾ ആയിരിക്കും. ആഹ് ഇത് ഈ ഒരു റീസൺ കൊണ്ടും കൂടി നമുക്ക് ടെസ്റ്റ് കേസസ് എഴുതുമ്പോഴും നമ്മുടെ ഓട്ടോമേഷൻ സ്ക്രിപ്റ്റിങ്ങിലൊക്കെ ഈ ജാവ ഇത്രയും ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് മോസ്റ്റ് കമ്പനീസും ജാവ തന്നെയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ തേർഡ് റീസൺ ഇസ് ജാവ റോബസ്റ്റ് ആൻഡ് സെക്യൂർ ആണ്. റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സ്ട്രോങ് ആണ്, സ്റ്റേബിൾ ആണ്. സെലീനിയം സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോൾ എറേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ ജാവയ്ക്ക് സ്ട്രോങ് മെക്കാനിസംസ് ഉണ്ട്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് അതൊക്കെ നമ്മൾ ഇനിയുള്ള ഫ്യൂച്ചർ ക്ലാസ്സസിൽ പഠിക്കും. അടുത്ത ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ജാവയുടെ പെർഫോമൻസ് മറ്റ് കോഡിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയ C++ ഇവരൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്റ്റേബിൾ ആണ്. കുറച്ചുകൂടി എക്സിക്യൂഷൻ സ്പീഡ് ഫാസ്റ്റർ ആണ് കമ്പാരിറ്റീവ്ലി. മൾട്ടി ത്രെഡിങ് സപ്പോർട്ട്, അതായത് പാരലലി നമുക്ക് മൾട്ടിപ്പിൾ ടാസ്ക്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ വലിയ ടെസ്റ്റ് സ്യൂട്ട്സ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ സെലീനിയം ഓട്ടോമേഷൻ സ്ക്രിപ്റ്റിങ്ങിന് മോസ്റ്റ് കമ്പനീസ് പ്രിഫർ ചെയ്യുന്നതും ജാവ തന്നെയാണ്. ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് നമുക്ക് എപ്പോഴും എത്ര വലിയ സ്യൂട്ട് ആണെങ്കിലും ജാവയിൽ റൺ ചെയ്യുമ്പോൾ അതിനൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടാകും. പിന്നെ പിന്നെ ഒരു സെലീനിയം ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തതും ജാവ ബൈൻഡിങ് കൊണ്ടാണ്. സോ ഓബ്വിയസ്ലി അതുകൊണ്ടായിരിക്കും ജാവയാണ് മോസ്റ്റ്ലി ലൈക്ക് കുറച്ചുകൂടി ഡോക്യുമെന്റഡ് ആയിട്ടുള്ളതും കുറച്ചുകൂടി സെലീനിയം യൂസിങ് ജാവ സ്ക്രിപ്റ്റിംഗ് ആണ് കുറച്ചുകൂടി ഡോക്യുമെന്റഡ് ആൻഡ് കുറച്ചുകൂടി റെഫറൻസസ് ഉള്ളത്, കുറച്ചുകൂടി കമ്മ്യൂണിറ്റി ആൻഡ് റിസോഴ്സസ് കൂടുതലുള്ളത്. നമുക്ക് കോഡിങ്ങിലാണെങ്കിലും ടെസ്റ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാക്ക് ഓവർഫ്ലോ, ഗിറ്റ് ഹബ് ഫോറംസ് അങ്ങനത്തെ ഓപ്പൺ ഫോറംസിലൊക്കെ പോയി നമുക്ക് ഇതിന്റെ സൊല്യൂഷൻസ് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ആ ഒരു ലേണിംഗ് കർവ് കുറച്ചുകൂടി ഈസി ആക്കാനും നമ്മുടെ ട്രബിൾ ഷൂട്ടിംഗ് കുറച്ചുകൂടി ഫാസ്റ്റർ ആക്കാനും നമുക്ക് ജാവ കൊണ്ട് യൂസ്ഫുൾ ആയിരിക്കും.
സോ ഗോയിങ് ഫോർവേഡ് അല്ലെങ്കിൽ ഇനി ഒരു ഇന്റർവ്യൂയിലോ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ ഡിഡ് യു ചൂസ് ജാവ ഫോർ സെലിനിയം ഓട്ടോമേഷൻ, അല്ലെങ്കിൽ ഇസ് ദർ എനി സ്പെസിഫിക് റീസൺ യുവർ ഫ്രെയിംവർക്ക് ഇസ് ബിൽറ്റ് യൂസിങ് ജാവ, എന്തുകൊണ്ട് ജാവ നമുക്കൊരു ബെറ്റർ ചോയ്സ് ദാൻ പൈത്തൺ അല്ലെങ്കിൽ സെലിനിയം അല്ലെങ്കിൽ C++ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പോയിന്റ്സ് വെച്ച് നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോ ഇന്നത്തെ സെഷൻ വളരെ ചെറിയ സെഷനാണ്. നമ്മുടെ ചെറിയ 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 സെഷൻസിൽ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്ത സെഷനുമായിട്ട് ഉടനെ വീണ്ടും കാണാം. താങ്ക് യു.